ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഞങ്ങളുടെ മലയാള സിനിമയിലെ ജെന്റിൽമാരാണ്. ഞങ്ങളുടെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് ഇക്കയുടെ ഫാൻസ് ആയതുകൊണ്ട് അഭിമാനിക്കാന്നുള്ള രീതിയിൽ രാവിലെ മുതൽ മമ്മൂട്ടി ഫാൻസുകാർ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് കണ്ടത് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ രാത്രി ആയി കഴിഞ്ഞാൽ നടിമാരുടെ വാതിക്കൽ പോയി മുട്ടുന്ന പ്രമുഖ നടൻ, ഈ നടിമാർക്ക് അവസരത്തിന് വേണ്ടി അവരെ യൂസ് ചെയ്യുന്ന പ്രമുഖ നടൻ, ഇതിനു വേണ്ടി പ്രമുഖ നടന്റെ പേരിൽ ഒരു ഗ്യാങ് ഉണ്ട്, ഒരു കോഡ് ഭാഷയുണ്ട്. സിനിമാ സെറ്റില് ഈ ഇതുണ്ടല്ലോ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. ഇങ്ങനെ ഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഒരു ജസ്റ്റിസിന്റെ പേരിലുള്ള റിപ്പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം സർക്കാർ ഇത് വേണ്ട പോലെ ഉയർത്തി വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറയുന്നത് ഇത് സ്ത്രീ സുരക്ഷയ്ക്ക് പേര് കേട്ട സംസ്ഥാനമാണെന്നൊക്കെ പറയുന്ന ഇതേ സംസ്ഥാനത്ത് ഇത്രയും ഗുരുതരമായ രീതിയിൽ ആരോപണങ്ങൾ വരുന്നു. ആ ആരോപണത്തിന്റെ പേരിൽ നിയമ നടപടിയിലേക്ക് പോകുന്നില്ല. ആ ആരോപണത്തിന്റെ പേരിൽ മറ്റ് നടപടികളൊന്നും സർക്കാർ എടുക്കുന്നില്ല. ഗുരുതരമായ രീതിയിൽ ആരോപണമാണ്. ഗുരുതരമായ രീതിയിൽ സിനിമാ സെറ്റിലില്ല ലഹരി വസ്തുക്കൾ എത്തുന്നു എന്ന് പറയുന്നു. അതിന്റെ പേരിലും നടപടികളൊന്നുമില്ല. ഇരയുടെ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വേട്ടക്കാരനായിട്ടുള്ള പ്രമുഖ നടന്റെ പേരെങ്കിലും സർക്കാർ വെളിപ്പെടുത്തണമായിരുന്നു. സർക്കാർ അതും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പം രാവിലെ മുതൽ നമ്മൾ കാണാൻ നേരത്ത് ആരെയും നമുക്ക് സംശയിക്കാവുന്നൊരവസ്ഥ. മമ്മൂട്ടിയെ സംശയിക്കണം, വേണമെങ്കിൽ സംശയിക്കാം. നിങ്ങൾക്ക് ഫാൻസുകാർക്കല്ലേ സംശയിക്കാൻ പാടുള്ളൂ. നമുക്ക് പുറത്തേക്കുന്ന ഒരാൾക്ക് മമ്മൂട്ടിയൊക്കെ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് പലതരത്തിലുള്ള കഥാപാത്രങ്ങളും മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുമായി പാലേരി മണിക്കാൻ നമ്മൾ കണ്ടതല്ലേ. വേണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയെ സംശയിച്ചൂടെ? വേണമെങ്കിൽ സംശയിക്കാം. മോഹൻലാലിനെ സംശയിച്ചൂടെ? ജയറാമിനെ സംശയിച്ചൂടെ? അങ്ങനെ എത്ര പേരെ സംശയിക്കാം. സുരേഷ് ഗോപി ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ സുരേഷ് ഗോപിയുടെ തലയിലിടുന്നേനെ. അങ്ങനെ ഇനി ആകെ കൂടി തലവെച്ച് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ദിലീപാണ്. അപ്പം വെടിവെച്ച പുകയെന്നുള്ള ഒരു ആരോപണം വരുന്നു. ഇത് ആരോപണം വന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ഫാൻസുകാർ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോമഡി. ഇനി ഇപ്പോൾ മലയാള സിനിമയെ ബന്ധപ്പെട്ട് എന്തൊക്കെ കമ്മിറ്റികൾ റിപ്പോർട്ട് വന്നാലും അതിലൊന്നും ഒരിക്കലും വരില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പുള്ള വ്യക്തികളിൽ മുൻപന്തിയിൽ ഇങ്ങേര് കാണും. മമ്മൂട്ടി, ജെന്റിൽമാൻ ഓഫ് മലയാള സിനിമ. ഏത് കൊമ്പത്തെ റിപ്പോർട്ട് പുറത്തു വിട്ടാലും ഒരു റിപ്പോർട്ടും കാണാതെ തന്നെ മലയാള സിനിമയിൽ ഇങ്ങേരുടെ ആരാധകർക്ക് മാത്രം തലയുയർത്തി നെഞ്ചും വിരിച്ചു നിന്ന് പറയാൻ കഴിയുന്ന കാര്യമാണ് ഞങ്ങളുടെ വലിയേട്ടൻ 100% തങ്കമാണ് എന്നുള്ള രീതിയിൽ. പല കേസുകളും തെളിഞ്ഞു വരാൻ നേരത്ത് പല തങ്കങ്ങളുമാണ് പിച്ചളയായി മാറിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലിനെയോ ജയറാമിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഫോക്കസ് ചെയ്തൊന്നും അല്ല സംസാരിക്കുന്നത്. വെറുതെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഓരോ വെളുപ്പീരുമായിട്ട് ഇറങ്ങുന്നത്? നിങ്ങൾ 24 മണിക്കൂറും മമ്മൂട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു, നിങ്ങൾ 24 മണിക്കൂറും മോഹൻലാലിനോടൊപ്പം ഉണ്ടായിരുന്നു? ഇല്ല. അപ്പൊ നമുക്ക് ഇവരെ ആരെയും വെളുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അഖിൽമാരാർ ഇന്ന് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ആകെ ഒരു വിഷമമുള്ളത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാളെ മുതൽ ഓരോ നടന്മാരെയും നടിമാരെയും ജനങ്ങൾ സംശയത്തിൽക്കാർ. ഫെമിനിസ്റ്റുകൾ ഇവരുടെയൊക്കെ മാനം സംരക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ആരാണ് നഗ്നചിത്രം അയച്ചു കൊടുത്തത്, ആരാണ് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത്, ആർക്കൊക്കെയാണ് കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നത് എന്ന പേര് സഹിതം വെളിപ്പെടുത്തിയാൽ ഇതിൽ പെടാത്തവർക്ക് സമാധാനമായി ജീവിക്കാമല്ലോ. ബിഗ് ബോസിലെ ചില പെൺകുട്ടികൾക്ക് ഓഡീഷനിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ എനിക്കെതിരെ രംഗത്തെത്തിയ സകല ഊളകളും ഹേമ കമ്മീഷനെതിരെ ആഞ്ഞടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. NB നിയമപരമായ ഒരു സ്ത്രീ കേസിന് പോകാത്ത കാലത്തോളം ഇരയുടെ വേട്ടക്കാരൻ്റെയോ പേര് മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ഇവർ ഇനിയെങ്കിലും മനസ്സിലാകും എന്ന് കഴിയുക. അതായത് ഈ അഭിപ്രായം പറയുന്നവരുണ്ടല്ലോ, നമുക്ക് ഈ ബുദ്ധിമുട്ട് നേരിട്ടു എന്ന അഭിപ്രായം പറയുന്നത് തീർച്ചയായിട്ടും ആർക്കെതിരെയാണ് അഭിപ്രായം അല്ലെങ്കിൽ ആർക്കെതിരെയാണ് ഇത് പറയുന്നതെന്ന് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ ഇല്ലാതാവും. അതല്ലാത്ത പക്ഷം ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സകല ആൾക്കാരെയും ഇപ്പം പാവം എണ്ണിച്ച് നിൽക്കാൻ പറ്റാത്ത നടന്മാരെ വരെ നമ്മൾ സംശയത്തിന്റെ കണ്ണിലൂടെ പലരും സംശയത്തിന്റെ കണ്ണിലൂടെ ഒക്കെ കാണും. പൊതുജനങ്ങളുടെ പണം എടുത്തിട്ട് സർക്കാർ ഇതുപോലൊക്കെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ നേരത്ത് ഗുരുതരപരമായ ആരോപണങ്ങൾ ഇതിനകത്ത് വരാൻ നേരത്ത് തീർച്ചയായിട്ടും ആർക്കെതിരെ എന്നുള്ള രീതിയിൽ നടപടി എടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അതായത് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഉത്തരവാദിത്വമൊന്നുമില്ല, നടപടി എടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉത്തരവാദിത്വം. അത് ഏറ്റവും ഏത് വലിയ കൊമ്പനാണെങ്കിലും ഏത് വലിയ നടനാണെങ്കിലും എടുക്കേണ്ടി വരും. പക്ഷെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പലരും ഭയക്കുന്നത്. അപ്പം ഈ ഫീൽഡിൽ നിലനിൽക്കാൻ വേണ്ടി പലതും സഹിക്കുന്നു, മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യം എന്താണ്? ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയിൽ അവസരത്തിന് മകൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്ന അമ്മമാരും ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. ആരുടെ അമ്മമാരാണ് എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് അഖിൽമാരാറിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരും ഉണ്ട്, നടിമാരും ഉണ്ട്, അവസരത്തിന് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നവരുണ്ട് എന്നുള്ള രീതിയിലും വാർത്ത വരുന്നത്. അപ്പോൾ ഇത് എവിടെയാണ്, നമ്മൾ ആർക്കെതിരെയാണ്, എന്താണ്, എവിടെയാണ്, എന്തൊക്കെയാണെന്ന് പോലും പറയാതെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. മീഡിയക്കാർ അതെല്ലാം കൂടെ എടുത്ത് വലിച്ചഴിച്ച് സംസാരിക്കുന്നു. എല്ലാവർക്കെതിരെ ഒരു ആരോപണം വരുന്നു. ഫാൻസുകാർ ഇറങ്ങും. ഫാൻസുകാർ വന്നിട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഏട്ടനെ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നു. ഇത് നിങ്ങൾക്കറിയാമെന്നൊക്കെ പറയുന്നു. ഇത് ആരാണ്? ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെന്തോ മണ്ടന്മാരുമല്ലോ.
ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം നിങ്ങൾ പേര് പറഞ്ഞ ആ ഇഷ്യൂവിൽ നടപടി എടുക്കുക ഗവൺമെന്റ്. നടപടി എടുക്കുന്നതാണ് ഗവൺമെന്റ്, അല്ലാതെ ഒരു വിഷയം വരാൻ നേരത്തെ അത് കുഴിച്ചുകൂടി അതിന്റെ മണ്ടയ്ക്ക് റീത്ത് വെക്കുന്നതല്ല ഗവൺമെന്റ്. കുറെ ഫാൻസുകാർ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ, ആർക്കും സംശയിക്കാം.